ഞാനുണ്ടല്ലോ, എത്ര ചെറിയ കേക്കായാലും അല്ലെങ്കിൽ പോട്ടെ ഒരു വലിയ കേക്കായാലും ശരി തന്നെ, കസ്റ്റമേഴ്സിന് ആ കേക്ക് കൊടുത്തിട്ട് ഭയങ്കര ഒരു കാത്തിരിപ്പുണ്ട് കേട്ടോ. അവരുടെ ഒരു ഫീഡ്ബാക്ക് കേൾക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമാണ്. അതിപ്പോൾ ഈ കേക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും വരെ അതിനൊരു മാറ്റവും ഇല്ല. അതിപ്പോൾ കസ്റ്റമറിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മെസ്സേജ് ആയാലും മതി, അത് കേൾക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലുണ്ടല്ലോ, അത് വേറെ ലെവലാണ്. പിന്നെ ഈ കേക്കിന് ഓർഡർ തന്നിരിക്കുന്നത് എനിക്ക് അനുവും പ്രിൻസും കൂടെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഈ കേക്കും കൊണ്ടുപോയപ്പോൾ ഞാൻ ഇതുപോലെ ഒരു റിവ്യൂ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. കസ്റ്റമറിൻ്റെ റിപ്ലൈ ഒന്നും വരാതായപ്പോൾ എനിക്കൊരു ഇരിക്കപ്പുറതി വരാതായി. ലാസ്റ്റ് ഞാനൊരു മെസ്സേജ് ഇട്ട് ചോദിച്ചു. അപ്പോൾ കസ്റ്റമർ പറഞ്ഞ റിവ്യൂ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ സങ്കടപ്പെടുത്തുന്ന ഒന്നായിരുന്നു കേട്ടോ. കാരണം വേറൊന്നുമല്ല, ഈ കേക്ക് കൊണ്ടുപോയി കട്ട് ചെയ്തത് ഗാന്ധി ഭവനിലായിരുന്നു കേട്ടോ. അപ്പോൾ അനു എന്നോട് പറഞ്ഞത്, ചേച്ചി അവിടുത്തെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് നിറയും. നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്നിട്ട് കേക്ക് കട്ട് ചെയ്യുന്നതോ ഒന്നും നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ വരാറില്ല. ഭയങ്കരമായിട്ട് വിഷമിച്ചാണ് കേക്കൊക്കെ കട്ട് ചെയ്യുന്നത് പോലും. ശരിക്കും നമ്മൾ ഒരുപാട് ആർഭാടമൊക്കെ കാണിച്ച് ഒരുപാട് കാശ് വാരി പൊടിക്കാതെ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഒരു നേരത്തെ ആഹാരം അർഹതപ്പെട്ടവർക്ക് കൊടുക്കുന്നത് പോലെ കിട്ടുന്നൊരു പുണ്യം ഉണ്ടല്ലോ, അത് വേറെ ഒന്നും കൊടുത്താൽ കിട്ടത്തില്ല.